ഇല്ലടാ ഞാൻ എനിക്കിപ്പം കാര്യം ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്ന് കാര്യം കാണു ഭയങ്കര വെയിലില്ല കുഞ്ഞുമോനെ. ഞാൻ കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് വൈകുന്നേരം വരാം. എന്നാ ശരി, കാണാം. ഇത്തോ വിളി ഏ ആ ഞങ്ങള് വന്നാ ആ വെള്ളം എന്തെങ്കിലും എടുക്കണോ? വേണ്ട, ഞാൻ ഇപ്പം പുറത്ത് കുടിച്ചു വന്നിട്ടേ ഉള്ളൂ. ഭയങ്കര വെയിലല്ലേ. നടക്കട്ടെ. ആ പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്ത മാസം മുതൽ പോവേ. എന്ത് ജോലി? ഏടത്ത് ജോലി? ഞാനോട് വെച്ചിട്ട് ജോലിക്ക് പോന്നേ? എന്താ ഇനിയിപ്പോ ഇനി ജോലിക്ക് പോയിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാനായിട്ട്. എന്താ പ്രജീഷേട്ടാ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? ഒരു ജോലിയെല്ലാം കിട്ടിക്കഴിയാൻ സന്തോഷിക്കുമല്ലേ വേണ്ടേ? ഇനിയിപ്പോ ഇനി കൊണ്ടുപോയിട്ട് വേണം ഈ കുടുംബം കഴിയാനായിട്ട്. എനിക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ശമ്പളം ഉണ്ട്, നല്ല ജോലിയും ഉണ്ട്. ഈ തൽക്കാലം ഒരു കാര്യം ചെയ്താൽ എന്റെ മോന്റെ കാര്യം നോക്കിട്ട് ഇവിടെ കുത്തിനാ മതി. എന്തെന്നാ പ്രജീഷേട്ടാ നിങ്ങൾ ഈ പറയുന്നേ? ഒരു ജോലി കിട്ടുക എന്നെല്ലാം പറയുമ്പോ സന്തോഷിക്കല്ല വേണ്ടേ? അതിന് ഇങ്ങനെയല്ല പറയുന്നേ, കഷ്ടമുണ്ട് കേട്ടാ. എനിക്ക് അന്തസ്സായിട്ടുള്ള ഒരു ജോലിയുണ്ട്, കുഴപ്പമില്ലാത്ത ശമ്പളം ഉണ്ട്. ഇനിയിപ്പോ നീ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വേണ്ട നമ്മളെ കുടുംബം നോക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത്, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം എന്റെയും മോന്റെയും കാര്യം നോക്കിയിട്ട് നീ ഇവിടെ നിക്ക്. നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ അന്നേരം പറഞ്ഞല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അന്ന് ആ പൊട്ട ബുദ്ധിക്ക് എന്തേലും പറഞ്ഞു വെച്ചിട്ട് അത് ഓർത്ത് നടക്കലല്ല എന്റെ ജോലി. എനിക്ക് എന്നോട് സംസാരിച്ചിരിക്കുന്ന സമയമല്ലേ, ഞാനിങ്ങ് പോന്നാ. നിങ്ങൾ എങ്ങോട്ട് പോകുന്ന? ഇവിടെ ഇരിക്കേ, എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞത് കേട്ടിട്ട് പോയാ മതി. എന്തെന്നാ പറയാനുള്ള വെച്ചാൽ വേഗം പറ. എനിക്കിന്റെ ഇത് കിന്നാരം കേൾക്കാനുള്ള സമയം നിനക്കില്ല. നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നേരാ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഞാനിപ്പോ കല്യാണത്തിന് നിക്കുന്നില്ല എന്നല്ല. ഞാൻ പഠിക്കുന്ന, എനിക്ക് പഠിച്ചൊരു ജോലിയാ വാങ്ങണ്ടേന്ന് ഞാൻ ആവെന്ന് പറഞ്ഞതാ. അന്നേരം നിങ്ങൾ എന്തെന്നാ പറഞ്ഞേ? കല്യാണവും ജോലിയും തമ്മിൽ ഒരു ഇതുമില്ല, ബന്ധവും ഇല്ല. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാലോ, നിനക്ക് ജോലിക്ക് പോവാലോന്ന്. എന്നിട്ടോ ഇപ്പൊ നിങ്ങൾ എന്തെന്നാ പറയുന്നേ? ആ വിശ്വാസത്തിലല്ലേ നിങ്ങളെ കല്യാണം കഴിച്ചേ? അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലിക്ക് ശ്രമിച്ചു. ജോലിക്ക് ശ്രമിച്ചാൽ നിങ്ങൾ എന്തെന്നാ പറഞ്ഞേ? ഇപ്പോഴേ ജോലിക്ക് ശ്രമിക്കണ്ട, ഒരു കുട്ടിയല്ല ആവട്ടെ. കുട്ടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അതും ഇതും പറയില്ല, വീട്ടുകാരും ഒന്നും പറയില്ലല്ലോ. കുട്ടി ആയതിനു ശേഷം പഠിക്കാന്ന് പറഞ്ഞു, പഠിച്ച് ജോലിക്ക് പോവാന്ന് പറഞ്ഞു. കുട്ടിയുമായി, കുട്ടിക്ക് 6 വയസ്സുമായി, എല്ലാം ആയിട്ട് ഇപ്പോഴും നിങ്ങളെവിടെ ഞാൻ ജോലിക്ക് പോക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്നെ സമ്മതിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നേ ഞാൻ ജോലിക്ക് പോകുന്നത് നിങ്ങൾക്ക് അഭിമാനക്കേടാ, അതുകൊണ്ടാണ് നിങ്ങൾ ജോലിക്ക് തന്നെ വിടാത്തേന്ന്. അഭിമാനക്കേട് തന്നെയാ. എന്റെ കുടുംബത്തിൽ ആരും ഇതുവരെ പെണ്ണുങ്ങൾ പണിക്ക് പോയിട്ട് അധ്വാനിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ആ പണ്ടത്തെ പഴഞ്ചങ്കില് കാലത്ത് തന്നെ ജീവിക്കുന്നത്. എന്റെ വീട്ടുകാർ എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് അറിയാവോ എന്നെ പഠിപ്പിച്ച് ഇത്ര ആക്കിയത്? അത് ഞാനിങ്ങനെ ഈ അടുക്കളയിലെ 4 മൂലയിൽ കഴിയാനുള്ളതല്ല. ഏതൊരു പെണ്ണുങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കും പഠിക്കണം, വലിയ ജോലി വാങ്ങണം, സ്വന്തം വീട്ടുകാരെ നോക്കണം എന്നുള്ളതല്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഈ പഴഞ്ചൻ ചിന്താഗതിയുള്ള മനുഷ്യന്മാര് ലോകത്തുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, ആ സ്വപ്നം ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല.